നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കണ്ട പോലെയുള്ളൊരു ക്രോസ് ബോ ആണ് ഉണ്ടാക്കുന്നത്. നമ്മളതിൻ്റെ വില്ലായിട്ട് യൂസ് ചെയ്യുന്നത് PVC പൈപ്പാണ്. നമ്മൾ വയറിങ്ങിന് ഉപയോഗിക്കുന്ന കട്ടി കൂടിയ ഒരു പൈപ്പാണ് നമ്മളതിൻ്റെ വില്ലായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മളതൊരു 60-65 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മുടെ ആവശ്യത്തിനുള്ള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു നൂല് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ആ ഒരു സ്ട്രിങ് നമ്മളതിൽ വലിച്ചു വിടാനുള്ള സ്ട്രിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കട്ടി കൂടിയ നൂലാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു PVC പൈപ്പിൻ്റെ രണ്ടറ്റത്തും നമ്മൾ രണ്ടൊരു വെട്ടുകൾ ഇട്ട് കൊടുക്കണം. ഈ ഒരു വെട്ടിലായിരിക്കും നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുള്ള നൂല് സ്ട്രോങ് ആയിട്ട് നമ്മൾ കെട്ടിയിട്ട് അതിൽ ഉറപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ രണ്ടറ്റത്തും അതിൻ്റെ സ്ട്രിങ് നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് ആയിരിക്കും നമ്മുടെ ക്രോസ് ബോവിൻ്റെ വില്ലായിട്ട് വെച്ചിരിക്കുന്ന ഭാഗം. അടുത്തായിട്ട് നമുക്ക് അതിൻ്റെ ഹാൻഡിൽ, നമ്മൾ ക്രോസ് ബോവിൻ്റെ ആ ഒരു ഹാൻഡിൽ സെക്ഷൻ നമുക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഫസ്റ്റിൽ നമ്മൾ ഒരു ഗണ്ണിൻ്റെ മോഡൽ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു തോക്കിൻ്റെ ആ ഒരു ബാക്കിലുള്ള ആ ഒരു പട്ടേരിയ പോലെയുള്ള ഒരു ഭാഗം വെച്ചിട്ടാണ് നമ്മളും ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടത് ഒന്ന് റഫായിട്ടൊന്ന് വരച്ച് എടുക്കുക. അടുത്തായിട്ട് നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ലൈനിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ പവർ ടൂൾസ് ഒന്നും ഇല്ലാത്ത കാരണം നമ്മൾ ഹാക്സോ ബ്ലേഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത്. ഏതെങ്കിലും പവർ ടൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യാം. നമുക്കിവിടെ മെയിൻ ഭാഗങ്ങളെല്ലാം ഹാക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഈ കറുവുള്ള ഭാഗങ്ങളെല്ലാം നമ്മളൊരു ഉളിയും ചുറ്റികയും വെച്ചിട്ട് നമ്മൾ കൊത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ഭാഗത്തിലൂടെ കട്ട് ചെയ്ത് ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ ട്രിഗർ മെക്കാനിസമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് കാഞ്ചി വലിച്ച് നമുക്ക് ക്രോസ് ബോവിൻ്റെ ആ ഒരു ആരോ വിടുന്ന രീതിയിലാണ് നമ്മളിവിടെ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ റൗണ്ട് ഷേപ്പിൽ നമ്മൾ ഒരു മരത്തിൻ്റെ ഒരു പീസ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് അതിൻ്റെ ട്രിഗർ എന്നുള്ള ഭാഗത്ത് ട്രിഗർ പോലെയുള്ള ഒരു പീസ് നമുക്ക് മരത്തിൻ്റെ ഇതിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് മെറ്റലിൻ്റെ എന്തെങ്കിലും സോളിഡ് മെറ്റൽസ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കാലം നമുക്ക് ഈട് കിട്ടുന്നതായിരിക്കും. നമുക്കിപ്പോൾ അതിനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് നമ്മളിപ്പോൾ മരത്തിൻ്റെ ഇത് പീസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഈ വരച്ചിരിക്കുന്ന ഈ ഒരു ട്രിഗറിൻ്റെ ഷേപ്പിൽ നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മൾ ആ റൗണ്ടും നമുക്ക് പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 70% നമ്മൾ ആ ഒരു റൗണ്ടിൻ്റെ കട്ട് ചെയ്ത് എടുക്കണം. ബാക്കി അത്രയും ഭാഗം മാത്രമായിട്ടാണ് നമുക്ക് അവിടെ വേണ്ടത്. നമ്മളെ ട്രിഗറിൻ്റെ ലിവറിൻ്റെ ഒരു പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ മെക്കാനിസം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഹാഫായിട്ട് സർക്കിൾ ഒരു 70% ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്ന ആ ഒരു റൗണ്ടിൽ നമ്മൾ ചെറിയൊരു വെട്ട് ഉണ്ടാക്കി കൊടുക്കണം. ആ ഒരു വെട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് നമ്മുടെ ട്രിഗറിൻ്റെ ആ ഒരു ലിവറും ആ ഒരു റൗണ്ട് ഷേപ്പും തമ്മിൽ ലോക്കായി കിടക്കുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിത് വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ വർക്കിംഗ് കറക്റ്റ് ആണോ നോക്കണം. ഈ ഒരു സെക്ഷനിൽ ആ ഒരു റൗണ്ട് ഷേപ്പാണ് നമുക്ക് അവിടെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു എയറോ റിലീസ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ട്രിഗറിൻ്റെ ആ ഒരു ലിവർ നമ്മൾ ചെറിയൊരു മരത്തിൻ്റെ ഒരു പീസിൽ നമ്മൾ ആണി അടിച്ചിട്ട് നമുക്കതിൻ്റെ വർക്കിംഗ് കറക്റ്റ് ആണോ എന്ന് നോക്കി നോക്കാം. നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ട്രിഗർ മെക്കാനിസം നമ്മുടെ ഗണ്ണിൻ്റെ ആ ഒരു ബോഡിയിലേക്ക് നമുക്ക് പിടിപ്പിക്കണം. അതിനുവേണ്ടി നമ്മൾ എത്ര നീളത്തിലും വീതിയിലും നമുക്ക് വേണം എന്നുള്ളത് നോക്കിയിട്ട് നമ്മളവിടെ മാർക്ക് ചെയ്ത് നമുക്ക് അവിടെ ഒരു ഹോൾ കട്ട് ചെയ്തെടുക്കണം. അതിനകത്തായിരിക്കും നമ്മുടെ ഈ ട്രിഗർ മെക്കാനിസം നമ്മൾ വെക്കുന്നത്. അങ്ങനെ നമ്മൾ ട്രിഗർ മെക്കാനിസം വെക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് നമ്മൾ കാർവ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ട്രിഗറിൻ്റെ ആ ഒരു സെറ്റപ്പ് നമ്മൾ ഇതിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് നമ്മൾ ഹോളടിച്ച് ഇതിൽ ഉറപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ട്രിഗറിൻ്റെ ഭാഗം നമ്മൾ ആദ്യം ഒരു ആണി വെച്ചിട്ട് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ട്രിഗറിൻ്റെ മുകളിൽ നമുക്ക് ലോക്കാക്കി വെക്കുന്ന ആ ഒരു സെക്ഷൻ നമുക്ക് അളന്ന് നമ്മൾ എത്രയാണ് സൈസ് വേണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് അളന്നെടുത്തിട്ട് നമ്മൾ ഒരു ഹോൾ അടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ ഒരു ട്രിഗറിൻ്റെ ടോപ്പ് സെക്ഷൻ നമുക്ക് അവിടെ ഉറപ്പിക്കാം. അങ്ങനെ നമ്മുടെ ട്രിഗർ മെക്കാനിസം നമ്മൾ ഉള്ളിലേക്ക് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ട്രിഗർ കൂടുതലായിട്ട് മുമ്പോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റോപ്പർ പോലെ നമ്മൾ ട്രിഗറിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്നുണ്ട്. ട്രിഗർ ഗാർഡ് പോലെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഹോൾ അടിച്ചിട്ട് ഒരു ആണി നമ്മളോട് കൂടുതൽ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ ട്രിഗറിൻ്റെ മെക്കാനിസം എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ വില്ല് PVC ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന വില്ല് നമ്മൾ ഒരു ചെറിയൊരു സ്ലിറ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ മരത്തിൻ്റെ ഇതിൽ ഈ ഒരു സൈസിൽ നമ്മൾ PVCയുടെ അത്ര വിധത്തിൽ നമ്മളൊരു സ്ലിറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്ലിറ്റിലേക്കായിരിക്കും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വില്ല് കയറ്റി ഉറപ്പിക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ട്രിഗർ വയ്ക്കുന്ന ആ ഒരു ട്രിഗറിൻ്റെ മുകളിൽ ഒരു സ്പ്രിങ് നമ്മൾ പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബാക്കിലേക്ക് നമ്മൾ ആ ട്രിഗർ പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഫ്രണ്ടിലോട്ട് തന്നെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രിഗറിനെ നമ്മളൊരു സ്പ്രിങ് വയ്ക്കുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് അത് പിടിപ്പിക്കാം. ഫ്രണ്ട് ഭാഗത്തു നിന്ന് വലിച്ചു നിൽക്കുന്ന രീതിയിലും പുറകിൽ നിന്ന് തള്ളി നിൽക്കുന്ന രീതിയിലും നമുക്ക് സ്പ്രിങ്ങുകൾ പിടിപ്പിക്കാം. നമ്മളിപ്പോൾ തൽക്കാലം ചെയ്യുന്നത് പുറകിൽ നിന്നും തള്ളി നിൽക്കുന്ന രീതിയിലുള്ളൊരു സ്പ്രിങ്ങാണ് നമ്മളിവിടെ പിടിപ്പിക്കുന്നത്.
നമ്മുടെ ട്രിഗറിൻ്റെ സെറ്റപ്പ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാം കറക്റ്റ് ലോക്കിങ്ങും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു മരത്തിൻ്റെ ഈ ഒരു പീസ് നമുക്ക് പേപ്പർ സാൻഡിങ് നന്നായിട്ട് നടത്തിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മരത്തിൻ്റെ ഒരു പീസ് മുഴുവനായിട്ട് സ്മൂത്താക്കി എടുക്കാം. നമ്മുടെ സാൻഡിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ സ്ലീക്ക് എക്സ്റ്റീരിയർ ടോപ്പ് കോട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യണം. നമ്മുടെ എക്സ്റ്റീരിയർ ടോപ്പ് കോട്ട് ഉണങ്ങിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളതിനകത്ത് വയ്ക്കുന്ന ട്രിഗർ മെക്കാനിസവും അതുപോലെ തന്നെ അതിൻ്റെ വില്ലും ബാക്കിയുള്ള എല്ലാ ട്രിഗറും എല്ലാതും നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രൂവിൻ്റെ അകത്തേക്ക്, ആ ഒരു വെട്ടിനകത്തേക്ക് നമ്മൾ നമ്മുടെ വില്ല് കയറ്റി വെക്കുകയാണ്. നമ്മൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ടൈമിൽ വില്ല് നമ്മൾ ആ ഒരു ഇതിനുള്ളിൽ നിന്ന് ഊരിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു മരത്തിൻ്റെ ഒരു ബേസ് നമ്മൾ 2 സ്ക്രൂ വെച്ചിട്ട് നമ്മൾ അതിനുള്ളിലേക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വില്ലിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ആരോ റിലീസ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ചിലപ്പോൾ വില്ല് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനും പിന്നെ ആ ഒരു വില്ല് നമ്മുടെ ആ ഒരു മരത്തടിയിൽ ഉറപ്പായിട്ട് ഉറച്ചിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മരത്തിൻ്റെ പീസ് നമ്മൾ ഒരു 2 സ്ക്രൂ വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ക്രോസ് ബോവിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ വയ്ക്കുന്ന ഏരോനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളതിനെ ബോൾട്ട് എന്നും പറയാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സാധാരണ നമ്മൾ ആർച്ചറിയിൽ യൂസ് ചെയ്യുന്ന ഭയങ്കര നീളമുള്ള ആരോസ് അല്ല നമ്മളിവിടെ യൂസ് ചെയ്യുക. ഇതിന് നമുക്ക് ആരോന് നീളം കുറവായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ റീപ്പർ, നമ്മൾ ജനലിൻ്റെ എല്ലാ സൈഡിൽ വയ്ക്കുന്ന റീപ്പറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ അളന്നെടുത്തിരിക്കുന്നത് 30 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള റീപ്പറുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ റീപ്പറുകൾ സ്ക്വയർ ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുക. നമുക്കപ്പോൾ അത് ഒരു റൗണ്ട് ഷേപ്പിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ എഡ്ജുകളെല്ലാം നമ്മളൊരു കത്തി വെച്ചിട്ട് നമുക്ക് കാർവ് ചെയ്തെടുക്കാം. ഒരു റഫ് ഷേപ്പിൽ നമ്മൾ ആദ്യം തന്നെ ഒന്ന് കാർവ് ചെയ്തെടുക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നമ്മുടെ ഡ്രിൽ മെഷീനിലേക്ക് നമ്മൾ ഈ ഒരു സൈഡുകൾ എഡ്ജെല്ലാം കാർവ് ചെയ്തിരിക്കുന്ന ഈ മരത്തിൻ്റെ തടി നമ്മൾ അതിലുറപ്പിച്ച് നമ്മൾ സാൻഡ് പേപ്പർ വെച്ചിട്ട് നമ്മൾ ഒന്ന് സ്മൂത്ത് ആക്കിയിട്ട് കറക്റ്റ് ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഈ സാൻഡ് പേപ്പർ വെച്ചിട്ട് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം. നമ്മളിനി അമ്പിൻ്റെ അറ്റത്തുള്ള ആ ഒരു കൂർത്ത ഷേപ്പ് ഉണ്ടാക്കുന്നത് നമ്മൾ പഴയ പൊട്ടിയിട്ടുള്ള ആക്സോ ബ്ലേഡിൻ്റെ കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ടൊക്കെയാണ്. പൊട്ടിയിട്ടുള്ള കഷ്ണങ്ങളാണ്.
നമ്മളിപ്പോൾ അത് ഗ്രൈൻഡിങ് വീൽ വെച്ചിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ട് ഷാർപ്പാക്കിയിട്ട് ഒരു ആരോൻ്റെ ആ ഒരു കൂർത്ത ഷേപ്പാക്കിയിട്ട് നമ്മൾ എടുത്തിട്ട് അതാണ് നമ്മളിവിടെ അമ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് പിടിപ്പിക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ആരോ കഷ്ണങ്ങൾ നമ്മൾ ഈ ഒരു അമ്പിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പുറകിലായിട്ട് നമ്മൾ തൂവലുകൾ കട്ട് ചെയ്തിട്ട് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ പുറകിൽ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്പ് എയ്യുന്ന സമയത്ത് നമ്മൾ പോകുന്ന അമ്പിനെ കറക്റ്റ് ഡയറക്ഷനിലേക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ആ ഒരു അമ്പ് തിരിയോ ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് നേരെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ പുറകിൽ നമ്മൾ ഈ തൂവൽ വേണമെന്നില്ല, നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും വെച്ചിട്ടോ നമുക്ക് ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഒരു എയറോഡൈനാമിക് ഷേപ്പ് ആക്കിയിട്ട് കിട്ടുക മാത്രമേ വേണ്ടൂ. അതുപോലെ ചെയ്തിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. നമ്മൾ ട്രഡീഷണലായിട്ട് നമ്മൾ തൂവലുകളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെയും തൂവൽ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ എഡ്ജ് ബാക്ക് എൻഡിൽ നമ്മൾ റഡാർ പോലെ പിടിപ്പിക്കുന്നത്. നമ്മുടെ അമ്പിൻ്റെ പണിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓപ്ഷണൽ സ്റ്റെപ്പാണ്. നമുക്ക് ഇതിൻ്റെ അറ്റത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു റെഡ് കളറിൽ നമുക്ക് പെയിൻറ്റിങ് കൊടുക്കാം. ഇതോടെ നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് പുറത്ത് പോയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ക്രോസ്ബോ ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.